ഹംഗ്രി മാൻ മൃണാള് വരുമ്പോൾ നിങ്ങൾക്ക് കക്കാൻ അറിയിക്കൂടാ. എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത്. നിങ്ങളിങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ കൊച്ചിയിൽ തന്നെ 2-3 കൂടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നല്ല ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ നല്ല പാർക്കിംഗ് കൊടുക്കുക. ഇതൊക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ ഹോട്ടൽ ബിസിനസ്. നിങ്ങളിപ്പോൾ ഈ ഭയങ്കര വലിയ ഹോട്ടലുകാരനാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ ഹോട്ടലുകൾ തുടങ്ങിയിട്ടുണ്ട്, ഹോട്ടലുകൾ നടത്തിക്കാൻ വേറെ ആരുടെയെങ്കിലും പ്ലാൻ ചെയ്ത് നടത്തി കൊടുക്കാൻ നിങ്ങൾ എൻക്വയറിക്ക് ക്ഷണിക്കുന്നുണ്ട്. അതുപോലെ പല ബിസിനസ് സംരംഭങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കസ്റ്റമർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്നില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു പാർക്കിംഗ് പോലും ഇല്ലാത്ത ഇത്രയും വലിയ ഒരു നഗരത്തിൽ നിങ്ങൾ ഹോട്ടൽ തുടങ്ങി? ഒന്നാമത്തെ ചോദ്യം, ഒരു അറ്റ്ലീസ്റ്റ് നിങ്ങൾ പാർക്കിംഗ് കൊടുക്കണം. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ബിരിയാണിക്കകത്ത് അതിലൊരു പീസിൻ്റെ കുറവുണ്ടല്ലേ? നമ്മളൊരു പീസിൻ്റെ കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അതിന് പീസ് കിട്ടണ്ടേ? അപ്പോൾ നമുക്ക് വിശദമായി റൊണാൾഡിൻ്റെ വീഡിയോയിലേക്ക് ഓവറോൾ കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതും എല്ലാം റൊണാൾഡിൻ്റെ ഈ വീഡിയോ. പലരും പച്ചയ്ക്ക് ചോദിക്കുന്ന കാര്യം റൊണാൾഡ് കമ്പിപ്പാറ എടുത്ത് കക്കാൻ അറിയിക്കും. പലരും പല റിവ്യൂകളാണ് ഇടുന്നത്. പ്രത്യക്ഷത്തിൽ ഇതിനകത്ത് കണ്ട ഒരു എന്നാ പറയുന്നത്, റൊണാൾഡ് ഒരു ഫേമസ് എന്താ പറയുക യൂട്യൂബർ ആയതുകൊണ്ട് മൊത്തത്തിൽ ഒരു വിവാദത്തിനാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത്. അപ്പോൾ ഈ കുറേ പേര് ഇതിൽ ഭക്ഷണം കഴിക്കാൻ കയറി. അപ്പോൾ ചില മൈനസ് പോയിന്റുകൾ കണ്ടെത്തി. അപ്പോൾ ഞാനത് റോസ്റ്റ് ചെയ്യാൻ പോവാണ് മൈനസ് പോയിന്റുകൾ. കാരണം ഇത്രയും വലിയൊരു ഹോട്ടൽ തുടങ്ങുമ്പോൾ നമ്മൾ ഒത്തിരി പ്രത്യേകിച്ച് കൊച്ചിയിൽ നഗരത്തിൽ ഇതുപോലത്തെ ഹോട്ടൽ ഉണ്ടാകുമ്പോൾ ഒത്തിരി പ്രതീക്ഷയോടെ ആൾക്കാർ പോകുന്നു. ഒന്നാമത്തെ പാർക്കിംഗ് എന്താ ചങ്ങായി നന്നായി കൂടെ ഒരു പാർക്കിംഗ് അല്ല, അറ്റ്ലീസ്റ്റ് ഇതിൽ വരുന്നവർക്കൊരു റോട്ടിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കൊച്ചിയിലേക്ക് ആളുകളുടെ ഇത് വെച്ച് നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ വാഹനത്തിലായിരിക്കും അവർ വരിക. അവരുടെ വാഹനമൊക്കെ റോട്ടിലിട്ടിട്ട് പോകാൻ പറ്റുമോ? ആരെങ്കിലുമൊക്കെ പണി കൊടുക്കൂലേ? അത് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ പോരെ. രണ്ടാമത്തെ കേസ് കേട്ട് ഒരു ചട്നി ഞാൻ ബില്ലിനകത്ത് കാണിക്കാം, ചട്നിക്ക് വരെ 8 രൂപ ഈടാക്കി. നമ്മളിപ്പോൾ ഏത് ഹോട്ടലിൽ കയറിയാലും എവിടെ കയറിയാലും നമ്മൾ വട മേടിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദോശ മേടിച്ചാലും ഏതെങ്കിലും സ്ഥലത്ത് ചമ്മന്തി മലയാള ഭാഷയെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞ ചമ്മന്തി എന്നാണ്. ചമ്മന്തിക്ക് ആരെങ്കിലും പൈസ മേടിക്കുമോ? 8 രൂപയാണ് അതിന് മേടിച്ചേക്കുന്നത്. അത് കുറച്ച് അന്യായമായിപ്പോയി കേട്ടോ. എന്നാ ചെയ്ത ഇപ്പോൾ ഒരു 2 ദോശ മേടിച്ചാൽ ചമ്മന്തിക്ക് വേറെ പൈസ കൊടുക്കണം. അതുപോലെ ഒരു വട മേടിച്ചാൽ ചമ്മന്തിക്ക് വേറെ പൈസ കൊടുക്കണം. അതൊരു കൊള്ളയാണ്, കൊലയാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കഴുത്തെ കത്തി വെക്കുന്ന പോലെയാണ്. അതൊരു ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തേക്കുന്നത്. ഇതിലും ഭേദം വേറെ എന്തെങ്കിലും പണി ചെയ്തോളെ. രണ്ടാമത്തെ കേസ് ഇട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. റൊണാൾഡ്, നിങ്ങൾ ഗ്രേറ്റാണ്. കാരണം നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുന്നു. ഒന്നാമത്തെ പോയിൻ്റ് ഞാൻ പറയാം കേട്ടോ. മോസ്റ്റ് ഓഫ് ദ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വിഷ്വലിൽ കാണിക്കാം. 5 ഭക്ഷണ സാധനങ്ങൾ എടുത്തതിന് 80 രൂപ. അത് ഇച്ചിരി കൂടുതലല്ല നമ്മുടെ നാളിലെ ഒരു ഊണിന് സാധാരണ നമുക്ക് 60 രൂപയാകുന്നു. പക്ഷേ നിങ്ങളെ ഞാൻ വിഷ്വലിട്ട് കാണിച്ചു തരാം. ഒരാൾ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ കണ്ടതാണ്. ഞാൻ കണ്ട കാര്യങ്ങൾ അതേപോലെ ഇരുന്നു, ഇതൊന്നുമല്ല. അതിൽ തെറ്റുണ്ടെങ്കിൽ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്കുള്ള പ്ലസ് പോയിന്റ് ഞാൻ ഏറ്റവും അവസാനം പറയാം. നിങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഞാൻ ഏറ്റവും അവസാനം പറയാം. അപ്പോൾ അവർ 4 കൂട്ടം കറി വാങ്ങി അവർക്ക് 80 രൂപയായി. അത് കുറച്ചധികം ബില്ലാണ്. നമ്മുടെയൊക്കെ ഭാഷയിൽ പറയുന്നത് കുറച്ചധികം ബില്ലാണ്. അതൊന്നാമത്തെ പോയിന്റ്. രണ്ടാമത് ഒരു ചിക്കൻ ബിരിയാണി നമ്മൾ വാങ്ങുന്നു. അപ്പോൾ ഒരു 140 രൂപയെ നിങ്ങൾ അവിടെ ഈടാക്കുന്ന ചിക്കൻ ബിരിയാണി. അവിടുത്തെ റൈസും ഓക്കെ ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഒരു ചിക്കൻ പീസിൻ്റെ കുറവുണ്ട്. ശരിക്കും അങ്ങനെ 140 രൂപ മേടിക്കുമ്പോൾ 2 ചിക്കൻ പീസ് ഒരു കസ്റ്റമർക്ക് ഒരു ആവശ്യമാണ് അല്ലേ? ആവശ്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ അവകാശമാണ്, ആവശ്യമല്ല. 140 രൂപ മുടക്കുന്നവൻ്റെ ആ പണം മുടക്കുന്നതിൻ്റെ എന്താ പറയണ്ടേ ഒരു ഇതാണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ്. ഒരു 2 പീസെങ്കിലും ബിരിയാണിക്കകത്ത് കിട്ടുക എന്നുള്ളത്. കാരണം എല്ലായിടത്തും അങ്ങനെ കിട്ടുന്നുണ്ട്. അങ്ങനെയാണല്ലോ പണ്ടുപോലെ ബിരിയാണിയുടെ സംഭവം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് കേട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം അത് പറയാതിരിക്കാൻ വയ്യ. അത് ആര് തന്നെ ചീത്ത വിളിച്ചാലും എന്തായാലും ആയിക്കോട്ടെ. നിങ്ങൾ 30 രൂപ ഉണ്ടെങ്കിലും, ഇപ്പോൾ ആവശ്യത്തിൽ കാണാം, 30 രൂപ ഉണ്ടെങ്കിലും കൊച്ചിയിൽ വിശന്ന് കരയുന്നവൻ്റെ വയറ് നിറയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ചോറും
ഒരു കൂട്ടം കറിയോ കൂട്ടി ചോറ് കഴിക്കാം. നല്ല ലാവിഷായിട്ട് ചോറ് കൂട്ടി നമുക്ക് 30 രൂപ ഉണ്ടെങ്കിലും നിങ്ങളുടെ വിശപ്പ് മാറാൻ. ഇത് പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഭക്ഷണം വാങ്ങുന്നു, ഒരു ഹോട്ടലിൽ കയറുന്നു, ഒരു ചോറുണ്ടു, ഒരു 14 കൂട്ടം കറിയാണ്. ഈ 14 കൂട്ടം കറിയിൽ എത്ര കറി നമ്മൾ കഴിക്കും? എല്ലാം നമ്മൾ കഴിക്കുന്നുണ്ടോ? അതുപോലെ എത്ര ചോറ് നമ്മൾ വേസ്റ്റാക്കും? ഇന്നത്തെ കാലത്ത് എത്രയോ പേര് ഭക്ഷണമില്ലാത്തവരുണ്ട് അല്ലേ? ഒരുപാട് പേര് ഭക്ഷണമില്ലാത്തവരുണ്ട്, ഭക്ഷണത്തിന് വേണ്ടി വിഷമിക്കുന്നവരുണ്ട്. ആ സമയത്താണ് ഈ പുള്ളി ഈ പരിപാടി ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നത്? അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള കറികൾ മാത്രം വാങ്ങി നിങ്ങൾക്ക് ചോറോട് കൂടി കഴിക്കാം. അത് വലിയൊരു പോയിൻ്റാണ്. കാരണം ഫുഡ് വേസ്റ്റാക്കുന്നത് കണ്ടമാനം ഹോട്ടലുകളിലാണ്. നിങ്ങൾ ഹോട്ടലിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയാൽ കാണാൻ പറ്റും. കണ്ടമാനം രീതിയിലാണ് ഫുഡ് വേസ്റ്റാക്കുന്നത്. എത്രയോ പേര് വിശന്ന് കരയുന്നുണ്ട്. ഇപ്പം പലർക്കും ഇഷ്ടപ്പെടുകയായിരിക്കും യുദ്ധം നടക്കുന്ന സ്ഥലങ്ങൾ. ഉദാഹരണം ഗാസ. വേറെ എവിടെ വേണമെങ്കിലും നിങ്ങൾ എടുത്തോ. ഗാസ എന്ന് പറയുമ്പോൾ ആർക്ക് നെറ്റി കളിക്കൊന്നും വേണ്ട. ഏതൊരു യുദ്ധത്തിൻ്റെയും ബാക്കി പത്രമാണ് ആ രാജ്യത്തെ പട്ടിണി എന്ന് പറയുന്നത്. പട്ടിണിയുള്ളവൻ എന്ത് രീതിയുണ്ടെന്നറിയോ? നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്നറിയോ? നമ്മുടെ വമ്പൻ നഗരങ്ങളിലുണ്ട്. ഇഷ്ടംപോലെ ആളുകളുണ്ട് പട്ടിണിയായിട്ട് ജീവിക്കുന്നത്. ആ സമയത്താണ് മൃണാൾ ഇത് ചെയ്തേക്കുന്നത്. എന്ത് ചെയ്തേക്കുന്നത്? ഒരു ചോറും ഒരു കറിയും വേണം നിങ്ങൾക്ക് കഴിക്കാം. 30 രൂപ മതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്കുള്ള സാധനം അവിടെയുണ്ട്. നിങ്ങൾക്ക് എന്തും മറ്റു ഹോട്ടലുകൾ പോലെ എന്നാ പറയണ്ടേ, അങ്ങനത്തെ ഒരു സംവിധാനമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങി കഴിക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലെ ക്യാഷിന് ഒതുങ്ങുന്നത് കഴിക്കാം. പിന്നെ ഫുഡ് വേസ്റ്റ് ആക്കുന്നുള്ളൂ. അത് വളരെ പോയിൻ്റാണ്. ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പോയിൻ്റാണ്. അതിന് മൃണാളിലെ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കൺസെപ്റ്റ് എനിക്കിഷ്ടപ്പെട്ടത്, നമ്മളൊരു ഫുഡ് ഓർഡർ ചെയ്ത് കുറേ സമയം കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി. പക്ഷേ ഇവിടെ എല്ലാ ടേബിളിലും ഓരോ ക്യാരംസ്, ചെസ്സ്, കസ്റ്റമറെ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ മൃണാളിൽ ചെയ്തിട്ടുണ്ട്. അതും വലിയൊരു പോയിൻ്റാണ്. കുറേ കാര്യങ്ങൾ നെഗറ്റീവ് ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് ഫുഡിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നല്ലതായിട്ടാണ് എല്ലാ റിവ്യൂവിലും പറയുന്നത്. വലിയ മോശമൊന്നും ആരും പറയുന്നില്ല. പിന്നെയുള്ള ഈ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പലരും യൂട്യൂബല്ലേ ഇതിന് സോഷ്യൽ മീഡിയ ഇട്ട് വൈറലാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ പറയുന്ന രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും അതിനകത്തില്ല. ചെറിയ ചെറിയ മൈനസുകൾ എല്ലായിടത്തും വരും. അത് തുടക്കക്കാരാകുമ്പോൾ അങ്ങനെയല്ലേ ഒരു സംഭവം തുടങ്ങുമ്പോഴത്തേക്കും. ഇനിയും നന്നായിട്ട് ഉയരങ്ങളിലേക്ക് മൃണാളിൻ്റെ ബ്ലോഗ് പോട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ ബൈ.